പ്ലേറ്റ് ഓടിപ്പോൾ എടുത്തിട്ട് വാ. ചുച്ചു എടുത്തിട്ട് വാ. ചുച്ചുകുട്ടി അമ്മ തിന്ന് നോക്കട്ടെ അമ്മി. ചുച്ചുമ്മ തിന്ന്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാഷ്ടൊക്കെ ഉണ്ടാക്കുന്നത് നീർദോശയും ചെറുപയർ കറിയും കൂടിയാണ്. വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെറുപയർ കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ ഇന്ന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നീർദോശയ്ക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ചുച്ചുകുട്ടി കുളിച്ചിട്ടുണ്ട് കേട്ടോ, കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മാവ് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ആക്കി വെക്കാം. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മാവ് എടുക്കുന്നുണ്ട്. അതായത് 1/4 കപ്പ് വെച്ചിട്ട് ഒരു 4 കപ്പ് മാവും അതുപോലെ വെള്ളവും എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരവി വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓണായിട്ടുണ്ടായിരുന്നു, ആ സമയം പോയി ഓഫ് ചെയ്തിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെ ആക്കിയില്ല, തേങ്ങ മൊത്തം അരയുന്ന പോലെ ഒന്നും ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാവ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ഒത്തിരി നേരത്തെയാണ്. ഇപ്പം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നോമ്പ് ഉറക്കാകുമ്പോഴേക്കും നമുക്കെല്ലാം റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ചെറുതായിട്ട്, ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇന്ന് ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹെയ്സനെ പോയി കുളിപ്പിച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ എന്തായാലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. എന്നാലേ എനിക്കറിയുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എനിക്കതൊരു മോട്ടിവേഷനും കൂടിയാണ്, ഒരു സന്തോഷമാണ് കേട്ടോ കുറേ കമൻസൊക്കെ വരുമ്പോൾ. കുട്ടികളുടെ കാര്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ ഒന്ന് വേവിക്കാനിടാം. ചെറുപയർ വേവിക്കാനിടുമ്പോൾ എപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന ചെറുപയറിൻ്റെ 4 ഇരട്ടിക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. അതുപോലെ 4 വിസിൽ കറക്റ്റായിട്ടും മതി കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഇനി ചെക്ക് ചെയ്ത് നോക്കുക. പൂ പോലെ വേവുക എന്നൊക്കെ പറയില്ല, ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെറുപയറിനുള്ള ഗ്രേവി ഉണ്ടാക്കണമല്ലോ, അതിനായിട്ട് വേറെ പാത്രം ഞാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ജീരകം, വലിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഒരു 3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളകാണ് ഇട്ടത്. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒരുപാട് മൂത്ത് പോരുത് കേട്ടോ, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ എങ്കിലേ നല്ലൊരു മണത്തോടു കൂടി കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ, 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ഉള്ളിക്ക് 2 തക്കാളി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. ഇവിടെ നമ്മൾ രസം വെക്കുന്നുണ്ട്, അത്താഴത്തിനുള്ളതാട്ടോ. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ചെറുപയർ കറിയിലേക്ക് വരാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുപയർ വെന്തിട്ടുണ്ട്, അത് ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കുക, പിന്നെ 1 സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം.
പിന്നെ മല്ലിപ്പൊടിയാണ്. ഇത് വന്നിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ വെള്ളം ഒഴിക്കണ്ട. ഇതൊന്ന് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് പോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അതിനുശേഷം കുറച്ച് ലൈറ്റായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്കാവാനായിട്ട് വെക്കാം. നമുക്ക് ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് മല്ലിയിലയും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചെറുപയർ ഒന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ചെറുപയർ നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചെറുപയർ ഇട്ടതിന് ശേഷം ലൈറ്റായിട്ട് ഒന്ന് തിള വരട്ടെ. അതിനുശേഷം പെട്ടെന്ന് തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അവസാനം 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ മതി. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കണം. തൊലിയോട് കൂടെ തന്നെ വേവിച്ചിട്ട് തൊലി പിന്നെ കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വേവിക്കാൻ പോട്ടെ. എന്താ കാണിക്കണേ? ഇനി ഈ നേന്ത്രപ്പഴം നമ്മളൊരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കാരമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പാനിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇത്തിരി മെൽറ്റായിട്ട് ഇട്ടാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കട്ട കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഇങ്ങനെ ഗോൾഡൻ കളർ ആവുന്നവരെ ആക്കിയെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ പുഡിങ്ങിനുള്ള പാലൊന്ന് ചൂടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് ഇട്ടിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കുഞ്ഞതാക്കിയിട്ട് വരികയാണെങ്കിൽ നൂല് പരുവത്തിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് കഴിക്കുന്ന സമയത്ത് കാണാനും നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് പാലിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ക്യാരറ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ വേണം നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പൊട്ടാറ്റോ നമ്മൾ സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വെയിറ്റ് വയ്ക്കാനും അവർക്ക് ഫുഡ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പം നാഷ്ടയുടെ കൂടെ ആണെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. ഇതും ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വീടുകളിൽ അധികം ഉണ്ടാക്കാറില്ല. വെറുതെ നമ്മളങ്ങനെ പൊട്ടാറ്റോ കൊടുക്കുകയല്ലേ ചെയ്യുക. എന്നിട്ട് അത് വെന്ത സാധനം ഇതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. വേണമെങ്കിൽ മിക്സിയിലിടാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്ക് തിരിയാം. പുഡിങ്ങിൽ ഞാൻ 2 സ്പൂണോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ജ്യൂസിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞു പോട്ടെ. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി ഒറിഗാനോ ആണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒറിഗാനോ ആണ്. ഞാനിത് മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൽ പാഴ്സലിയാണ് വേണ്ടത് ഇടാൻ, പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളുള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം എൻ്റെ മോൻ എടുത്തിട്ട് പോയ മൂടി കാണാതെ ഞാൻ എന്തോരം തിരഞ്ഞെന്നറിയോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ സംഭവം അവിടെ പോയി എന്നുള്ളത് അറിയുന്നത്. ഇനി പോയി തിരഞ്ഞു നോക്കണം. നമ്മുടെ പുഡിങ് ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സ്മാഷ് പൊട്ടോട്ടയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒപ്പമാണ് റെഡി ആയിട്ടുള്ളത്. രണ്ടും കൂടെ വേറൊരു പാത്രത്തിൽ ആക്കി വെക്കണം. അതിന് മുമ്പ് ഇത് ഒരുപാട് തിക്കാണെങ്കിൽ ഇതൊന്നും കൂടെ ചൂടാക്കി എടുക്കണം കേട്ടോ പൊട്ടാറ്റോ. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് പുഡിങ്ങിനെ മാറ്റാം. അതിനായിട്ട് ആ ബൗളിൽ കുറച്ചൊന്ന് ബട്ടർ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പുഡിങ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മുടെ പുഡിങ് ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഗോൾഡൻ കളറാക്കി വെച്ചിരുന്ന നമ്മുടെ പഴം കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒരു ലെയർ പുഡിങ്ങിൻ്റെ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും പഴം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഇടയിൽ വെക്കുന്ന സാധനം എങ്ങനെ വേണമെങ്കിൽ, നട്ട്സ് ആണെങ്കിൽ നട്ട്സ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ പഴമാക്കിയിട്ട് ചെയ്ത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പഴം ചെയ്തത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? എപ്പോഴും ഇത് മാത്രം പറയാനറിയുള്ളൂ. ഹലോ ഹലോ, ഓഫ് ചെയ്ത് വെള്ളം ഫുള്ളായി കഴിഞ്ഞോണ്ടിട്ട്. അതൊക്കെ പൊട്ടിക്കും. എങ്ങനെയുണ്ട് ചുറ്റുപാട്? അയച്ചു. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഷമാം ജ്യൂസാണ് അടിക്കുന്നത്. അതിലാണ് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ആദ്യം ജ്യൂസ് അടിച്ച് വെക്കാം. ഞാൻ ഈ ചെയ്യുന്ന ജ്യൂസ് ഇപ്പോൾ ഷമാമിൽ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഏത് ജ്യൂസിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ മാംഗോയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മാംഗോ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും തികയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തത്. അപ്പോൾ ഷമാമ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നോർമലി നിങ്ങൾ എങ്ങനെയാണോ ജ്യൂസ് അടിക്കുന്നത് അതുപോലെ അടിക്കാം. പാലൊഴിച്ചിട്ട് വേണമെങ്കിൽ പാലൊഴിച്ചിട്ട്, അല്ലാതെ വേണമെങ്കിൽ അല്ലാതെ. പിന്നെ ഏതായാലും ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീർദോശയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ അസർ നിസ്കരിക്കാൻ പോയി. ഞാൻ നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ 2 മക്കളും എൻ്റെ കൂടെ വന്ന് ഇരിക്കും കേട്ടോ, സലാം വീട്ടിൽ കഴിഞ്ഞതും. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹെയ്സന് എപ്പോഴും ഇങ്ങനെ ഡയപ്പർ വെച്ച് കൊടുക്കുമോ 2 പേർക്കും? എപ്പോഴും അല്ല, നമ്മൾ ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. നമ്മൾ ഏതായാലും 24 മണിക്കൂറും ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നില്ലല്ലോ. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായാലും ഡയപ്പർ ഉണ്ടാവും. കാരണം മൂത്രം തുടച്ചിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ദോശ ഇടാൻ പോവാം. കൈ കഴുകി കൊടുത്ത് മെല്ലെ നാളെ പഠിപ്പിക്കാനാണ്. മക്കളെ ഇടയിൽ കൂടെ പുറത്ത് പോയിട്ട് മണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് റനക്കുട്ടിക്ക് ദേഷ്യം വന്നത്. ചുച്ചുക്കുട്ടിക്ക് ഒന്ന് കൈ കഴുകി കൊടുക്കടാ. ഈ ദോശ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ദോശ ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജ്യൂസ് സെറ്റാക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് നമ്മുടെ പഴം ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സേമിയ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് അതിൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് മതിയായിരുന്നു കേട്ടോ. നല്ല നെയ്സ് സേമിയാണ്, കുനാഫയ്ക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിൻ്റെ ഉള്ളിൽ എനിക്കിവിടെ കുറച്ച് വേറെ പണിയും കൂടിയുണ്ട്. ചൂടുവെള്ളം വെക്കണം, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കണം. അതൊക്കെ ഞാൻ ചെയ്യാണ് കേട്ടോ. ഇനി മോന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി ചെയ്യാം. അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് വേവാൻ ഇത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ മോന് ഫുഡും കൂടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടില്ലേ, കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പൊരിക്കാനായിട്ട്. അപ്പോൾ എണ്ണയിൽ പൊരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഓവനിൽ ആദ്യമായിട്ടാണ് വെച്ച് നോക്കുന്നത്. എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ജ്യൂസിൻ്റെ എല്ലാം സെറ്റാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തു, പഴം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. പിന്നെ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കസസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ജ്യൂസ് ഒഴിച്ചു. വീണ്ടും ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് സേമിയയും നമ്മുടെ പഴവും കസസും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. നമ്മളൊരു ഫലൂഡ കഴിക്കുന്നൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഇല്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ റോൾസ് നോക്കാം. വെജിറ്റബിൾ റോൾസാണ്. ഏതായാലും നന്നായി വന്നിട്ടുണ്ട്. ഫസ്റ്റായിട്ടാണ് ഞാൻ ഓവനിൽ ഇങ്ങനെ ബേക്ക് ചെയ്യുന്നത്. ബേക്കല്ല ഇതിൻ്റെ പേര്, മൈക്രോവേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സാധനങ്ങൾ. ഇതിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ്. പത്തിരിയും പിന്നെ ഇപ്പുറത്തുള്ളൊരു കറിയും പിന്നെ കുറച്ച് കടികളും ഒക്കെ ഉമ്മയും കൂടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ നമുക്ക് ഉള്ള സാധനം ഒരേ ദിവസം കുറേ കിട്ടുമെന്ന് അറിയില്ല, എന്ന പോലെ ഒന്നുമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ എല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ സാധനം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ ജ്യൂസ്, പിന്നെ അതുപോലെ നമ്മുടെ ചെറുപയർ, കുട്ടികൾക്ക് ബുദ്ധിശക്തിയൊക്കെ വരാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് നമ്മുടെ പുഡിങ്ങാണ്. പുഡിങ് വന്നിട്ട് രാത്രി 10 മണിക്കാണ് പുറത്തെടുത്തത്. കാരണം ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് സെറ്റാവാൻ ഇത്തിരി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇടയായിട്ട് എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇത്തിരി തിരക്കായതുകൊണ്ടാണ്, ഡെയിലി വ്ളോഗ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കമൻറ്റ് എന്തായാലും ചെയ്യണം എന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യാതെ ഇരിക്കരുത് പ്ലീസ്. പിന്നെ നമ്മുടെ അരി തീർന്നിട്ടുണ്ട്. അപ്പോൾ അരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെ പാത്രം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ശക്തിമാൻ ബിസ്മി കൊണ്ട് പൊട്ടാരി ഒരു വറ്റ് പോലും താഴെ പോകാൻ പാടില്ല. ഓരോരുത്തരുടെ എത്ര കഷ്ടപ്പാടാണെന്ന് അറിയോ ഓരോ വറ്റും. ചുച്ചു തൂക്ക്. അങ്ങനെ എൻ്റെ അത്താഴത്തിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. ചോറ് വെക്കണം, പിന്നെ മീൻ പൊരിക്കണം, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന 2 പേർക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, അസ്സലാമു അലൈക്കും.